കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വന്യ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചില ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പ്രധാനമായി ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും സാർവലൗകികമായ സ്വഭാവം സുവിശേഷീകരണത്തിൽ ഉണ്ടെന്നുള്ളത് പൗലോസ് ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, ഒരുവൻ അയക്കപ്പെടണം, ഒരു സുവിശേഷകൻ അയക്കപ്പെടുന്നതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന സുവിശേഷകനെ ദൈവസഭ അംഗീകരിച്ച് അവന് പിന്തുണ കൊടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തുടർന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവനെ ഭൗമിക വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ പിൻബലമായി ഒരു ദൈവസഭ, ദൈവമക്കളുടെ സമൂഹമുണ്ടായിരിക്കണം. അങ്ങനെ അയക്കപ്പെട്ടവൻ പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കണം, മനസ്സ് വെക്കണം. കേൾക്കാൻ മനസ്സ് വെക്കാത്തവരെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഇതിൻ്റെ വേണ്ട, നീ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ട, ഓടിച്ചു കളയുന്ന സ്ഥിതി. എൻ്റെ പൊന്നു സൗരങ്ങളെ, നിങ്ങൾ ഈ കാര്യം മറക്കരുത്. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പാപപരിഹാരമാണ്. ഇവിടെ പ്രസംഗിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കെറിസോ എന്ന വാക്കാണ്. കെറിസോ എന്ന വാക്ക് രാജകീയ വിളംബരത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ അവിടെ വിളംബരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുവാനായി ഭൃത്യന്മാരെ നിയോഗിക്കുകയും ഭൃത്യന്മാർ പെരുമ്പറ കൊട്ടി ചന്തസ്ഥലങ്ങളിൽ വലിയ പബ്ലിക് കോളംസ് ഉണ്ട്, അതിന്മേൽ കയറി നിന്ന് രാജവിളംബരം പ്രഖ്യാപിക്കുമായിരുന്നു. ആ രാജവിളംബരം പ്രഖ്യാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രാജവിളംബരം പ്രഖ്യാപിക്കുന്നത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ, പ്രിയമുള്ളവരെ, രാജാവിൻ്റെ മുമ്പിൽ അത് കുറ്റകരമായിരിക്കും എന്നുള്ളത് മറക്കരുത്. ഇന്നിപ്പോൾ സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടയുകയും ഓടിച്ചുകളെയും ഉപദ്രവിക്കുകയും ചാണകവെള്ളം അവിടെ തലയെക്കൊടി ഒഴിക്കുകയും അവിടെ നിന്ന സ്ഥലം അശുദ്ധമായി പോയി എന്ന് പറയുകയും അവിടെ ചാണകവെള്ളം തളിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഞങ്ങളവരെ പിന്നെയും സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. രാജകീയ വിളംബരം പ്രഖ്യാപിക്കുവാൻ നിൽക്കുന്ന ഒരു രാജഭൃത്യനെ അപമാനിച്ചാൽ രാജാവിനെതിരെയുള്ള ചുവടായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സുവിശേഷം നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അപ്പോൾ അയക്കപ്പെടണം, വരണം, അവൻ പ്രസംഗിക്കണം, പ്രഖ്യാപിക്കണം, മറ്റുള്ളവർ കേൾക്കാൻ മനസ്സ് വെക്കണം. കേൾക്കുന്നത് ഗ്രഹിക്കണം, ഗ്രഹിക്കുന്നത് വിശ്വസിക്കണം, വിശ്വസിക്കുന്നവനെ വിളിച്ചപേക്ഷിക്കുകയും ആ ആത്മീയ സത്യങ്ങൾ അനുസരിക്കാൻ തങ്ങളെ സമർപ്പിക്കുകയും ചെയ്യണം. കൺവിക്ഷൻ, ബോധ്യമുണ്ടാകണം, എന്നിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ഇതാണ് സുവിശേഷീകരണത്തിൻ്റെ ചുവടുകൾ എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കേട്ടു. സ്തോത്രം. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നത് കണ്ടാണ്, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അതിൻ്റെ 18-ാമത്തെ വാക്യം. അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു
എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് 19-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. 19-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാം 19-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പൊതുവായ ദൈവ വെളിപ്പാടിനെക്കുറിച്ച് സങ്കീർത്തനക്കാരനിലൂടെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. സൂര്യൻ സ്ഥിരമായി നിൽക്കുകയാണെന്നുള്ളത് പ്രത്യേകം അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യൻ്റെ നിലനിൽപ്പെന്നൊക്കെ പറയുന്നതിന് ഒരു കാലപരിധി നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൂടാരം അടിച്ചിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഈ സൂര്യൻ എന്നേക്കും നിൽക്കാനാണ്. ഈ പ്രപഞ്ചത്തിനൊരാരംഭമുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിനൊരറുതിയുമുണ്ട്, ഒരവസാനവുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ സൂര്യനിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഈ ഒരു സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഭൂമിയുടെ ഒരു പകുതി പ്രകാശിക്കും. അതിനെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. എല്ലാവരെയും പ്രകാശിപ്പിക്കുകയും എല്ലാവർക്കും ചൂട് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സൂര്യൻ, ആ സൂര്യൻ്റെ പ്രകാശം സർവ്വഭൂമിയിലും പരക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വവും എല്ലാവർക്കും ബോധ്യപ്പെടുവാൻ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് ആ വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശം പൗലോസിൻ്റെ മനസ്സിലുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് അത് നമ്മൾ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ പൊതുവായ ദൈവ വെളിപ്പാട് സാർവലൗകികമാണെങ്കിൽ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള നിത്യജീവൻ്റെ സുവിശേഷത്തിൻ്റെ വെളിപ്പാട് എത്രയധികം സാർവലൗകികമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകരുത്. യേശുക്രിസ്തു ഒരു ചെറിയ ജനസമൂഹത്തിൻ്റെ കുത്തകയല്ല. യേശുക്രിസ്തു കേവലം ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു സാർവലൗകിക രക്ഷകനാണ്. സകല മനുഷ്യവർഗത്തിനു വേണ്ടി ആത്മരക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന തികവുള്ള രക്ഷാമാർഗമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സാർവലൗകികമാണ്. പൊതുവായ ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് രണ്ട് ഗണത്തിൽപ്പെടുന്നു. ഒന്ന് പൊതുവായ ദൈവ വെളിപ്പാട്, രണ്ട് പ്രത്യേകമായ ദൈവ വെളിപ്പാട്. പൊതുവായ ദൈവ വെളിപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വരത്തക്കതുപോലെ അത്ഭുതകരമായ ഈ പ്രപഞ്ചം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദൈവ നിയമിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ ഇവിടെ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് പ്രകൃതിയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ചില തത്വങ്ങൾ അവൻ ഗ്രഹിച്ചിട്ടാണ്, ആ തത്വങ്ങളെ മുതലെടുത്താണ് അവനിവിടെ പുതിയ പുതിയ യന്ത്രങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണം പോലെ പറഞ്ഞാൽ നമുക്കറിയാം, മോട്ടർ എല്ലാത്തിലും ഒരു അടിസ്ഥാനമാണ് ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കാന്തത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു കമ്പിച്ചുരുൾ ചലിച്ചു കൊണ്ടിരുന്നാൽ അതിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകും, നേരെ തിരിച്ചും വരുമ്പോൾ. അപ്പോൾ ഒരു കാന്തമണ്ഡലത്തിലിരിക്കുന്ന ഒരു കമ്പിച്ചുരുളിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ അത് ചലിക്കും. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അത് പ്രകൃതിയിൽ ദൈവം നിയമിച്ചിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. ആ തത്വത്തെ ചൂഷണം ചെയ്താണ് ഈ ഇലക്ട്രിക് മോട്ടോർ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യർക്കും, ശ്രദ്ധിച്ചു നോക്കുന്ന എല്ലാവർക്കും ഈ പ്രകൃതിയിൽ നിയമങ്ങൾ കാണാം, ചിട്ട കാണാം, ക്രമം കാണാം. അത്ഭുതകരമായ ദൈവപ്രവൃത്തി പ്രകൃതിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇത് ബോധ്യപ്പെടുവാൻ മനസ്സ് വെക്കാത്തവർക്ക് ബോധ്യപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവന് വെളിച്ചമില്ലല്ലോ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ. ഏതായാലും നിരീശ്വരവാദം ഇന്ന് ഏതാണ്ടൊന്ന് കെട്ടടങ്ങിയതുപോലെയാണ്. അപ്പോൾ സാർവലൗകികമായ ദൈവ വെളിപ്പാട്, പൊതുവായ ദൈവ വെളിപ്പാട്, ആ പൊതുവായ ദൈവ വെളിപ്പാട് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള നിത്യജീവൻ്റെ സന്ദേശം എത്രയധികം സാർവലൗകിക സ്വഭാവമുള്ളതാണെന്ന് പൗലോസ് ഇവിടെ അർത്ഥമാക്കിക്കൊണ്ടാണ് 19-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അവരുടെ നാദം സർവ്വഭൂമിയിലും, അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു.
അതേ, സ്തോത്രം. ഇപ്പം സർവ്വഭൂമിയിലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും സുവിശേഷം എത്തിച്ചേർന്നോ? ഇതിൽ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്, നിങ്ങൾ മറന്നു പോകരുത്. ഇസ്രായേൽ ലോകം മുഴുവൻ, അന്ന് അറിയപ്പെട്ട ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളികളുടെ ഒരു സ്വഭാവം ഇസ്രായേലിനുണ്ട്. അവർ അറിയപ്പെട്ട ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു. നമുക്കറിയാമല്ലോ, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് കാത്തിരുന്നവരുടെ മേൽ പകരപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് 15ഓളം ഭാഷക്കാർ, യഹൂദ മതാനുസാരികളും യഹൂദ വിശ്വാസികളുമായ ആളുകൾ അവിടെ വന്നുകൂടിയിരുന്നു. ഇതര മതങ്ങളിൽ നിന്ന് യഹൂദ വിശ്വാസം സ്വീകരിച്ചവരും അബ്രഹാമിൻ്റെ പരമ്പരയിൽ, സന്തതി പരമ്പരയിൽ യഹൂദ വിശ്വാസത്തിൽ നിന്നവരുമായ ആളുകൾ ഏതാണ്ട് 15ഓളം ഭാഷക്കാരവിടെ കൂടിയിരുന്നു. അന്ന് 1-ാം നൂറ്റാണ്ടിൽ അത്രയേറെ 15ഓളം ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ചിതറപ്പെട്ടിരുന്ന ഇസ്രായേലിലെ സമൂഹത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട, അതിനുശേഷമാണ് AD 70 യെരുശലേമിൻ്റെ നാശത്തോടുകൂടി പിന്നെയും കൂടുതൽ ലോകം മുഴുവനും അവർ ചിതറിക്കപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിലും ഒരു വന്ന് പാർത്തല്ലോ, നമുക്കതറിയാം. ലോകം മുഴുവനും അവർ ചിതറിക്കപ്പെട്ടു. എവിടൊക്കെ ഇസ്രായേൽ പാർത്തിരുന്നോ അവിടെയെല്ലാം അവരുടെ ന്യായപ്രമാണത്തിൽ വാഗ്ദത്തം ചെയ്തിരുന്ന, അവരുടെ പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിരുന്ന മശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പോൾ ലോകം മുഴുവൻ, അന്ന് അറിയപ്പെട്ട ലോകം മുഴുവൻ ഇസ്രായേൽ ചിതറിയിരുന്നിടത്തെല്ലാം അവരുടെ ന്യായപ്രമാണത്തിൽ മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാടുള്ളതിനാൽ മശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ ലോകം മുഴുവൻ പ്രചരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. അതാണ് F.F. ബ്രൂസ് എന്ന പ്രസിദ്ധനായ ഒരു വേദ പണ്ഡിതനുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് യൂണിവേഴ്സലിസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പൗലോസിലൂടെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള സാർവലൗകികത. അന്ന് ലോകം മുഴുവൻ ഇസ്രായേൽ ചിതറിയിരുന്നത് കൊണ്ട് ഇസ്രായേലിന് അവരുടെ പ്രമാണത്തിൽ, അവരുടെ മതഗ്രന്ഥത്തിൽ മശിഹായെക്കുറിച്ചുള്ള പ്രവചനമുണ്ടായിരുന്നതിനാൽ ആ പ്രദേശങ്ങളിലെല്ലാം മശിഹായെക്കുറിച്ചുള്ള സന്ദേശം അറിയപ്പെട്ടിരുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ബ്രൂസ് തുടങ്ങിയ ഭക്തന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേ, സർവ്വഭൂമിയിലും അവരുടെ വചന ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മൾ നോക്കിയാൽ സുവിശേഷത്തെ സംബന്ധിച്ച് ചെറിയ നിലയിലെങ്കിലും ബോധ്യം വരാത്ത ആരെങ്കിലും, ഏതെങ്കിലും ഒരു ജനസമൂഹം ഭൂമിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മളെ ഡേറ്റ് ഇടുന്നത് പോലും യേശുക്രിസ്തു ഇവിടെ വന്ന് ജനിച്ചിട്ട് എത്ര വർഷമായി, എത്ര ദിവസമായി എന്ന് എണ്ണിക്കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. ദൈവം അതങ്ങനെ നിയമിച്ചിരിക്കുകയാണ്. ദൈവം അതങ്ങനെ നിയമിക്കാൻ കാരണം, കർത്താവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, യേശുക്രിസ്തുവോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നോ എന്ന് ആരും ചോദിക്കാൻ ഇടവരാത്ത വിധം കർത്താവിനെക്കുറിച്ചുള്ള സാക്ഷ്യം സകലർക്കും ബോധ്യമാകത്തക്കതുപോലെ ദൈവം സാർവലൗകികമായി അത് പ്രചരിക്കുവാൻ ഇടയാക്കിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. നോക്കണേ, അപ്പോൾ അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. എന്നിട്ട് എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. നോക്കണേ, അപ്പോൾ ഇവരെല്ലാം ഇത് കേട്ടു. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ച് അവരുടെ പുസ്തകങ്ങൾ വെളിപ്പെടുത്തുന്നു. യെശയ്യാവിൽ തന്നെ വെളിപ്പെടുത്തി. യെശയ്യാവിൻ്റെ പ്രവചനമൊക്കെ ഇഷ്ടംപോലെ കോപ്പി ഉണ്ടാക്കി ഇഷ്ടംപോലെ ലോകം മുഴുവൻ പ്രചരിക്കുന്നതായിരുന്നു. എത്യോപ്യ രാജ്യത്തെ ധനകാര്യമന്ത്രി വന്ന് യെശയ്യാവിൻ്റെ പ്രവചനം വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഈ മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാട് അറിയപ്പെട്ട എല്ലാ ജനസമൂഹങ്ങളിലും പ്രചരിക്കത്തക്കതുപോലെ പരസ്യമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ? അവർക്കത് വെളിപ്പാട് കിട്ടിയെങ്കിലും അവരത് ഉൾക്കൊള്ളുവാൻ മനസ്സ് വെച്ചില്ലയോ? ഇന്നാണെങ്കിലും ഇതാണ് സങ്കടം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാട് സാർവലൗകികമായി എല്ലാവർക്കും ലഭിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ, അത് ഗ്രഹിക്കുവാൻ മനസ്സ് വെക്കാത്തവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, സുവിശേഷം ബോധ്യപ്പെടുവാനുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വൈകാരിക തലങ്ങളിലേക്ക് ആളുകളെ ആനയിച്ച ശേഷം അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ അവരെ ഒരു മസ്തിഷ്ക ക്ഷാളനം ചെയ്ത്, ഒരു ബ്രെയിൻ വാഷ് ചെയ്ത്, ഇതാ അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേകമായ സോക്കോൾഡ് അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുന്ന അതല്ല സുവിശേഷീകരണം. അതല്ല.
പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തോ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആരെയും അറിയിക്കുവാനുള്ളതല്ല സുവിശേഷം. വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ ഗ്രഹിച്ച്, അവർ വിശ്വസിച്ച്, അവർ അംഗീകരിച്ച്, അവരനുസരിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് സുവിശേഷം. അത് സുവിശേഷകൻ്റെ ചുമതല വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു തന്നെ അതിന് ശിഷ്യന്മാരോട് ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗലോസാണെങ്കിലും അത് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു. പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, 28-ാം അധ്യായത്തിലൊക്കെ പറയുന്നു, ഒരു നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ വന്നു. അവരോട് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. പ്രവൃത്തിയുള്ള പുസ്തകം 28-23 ഞാനിവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ബോധ്യം വരിക. നിങ്ങൾ നിർമ്മല ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ, മുൻവിധിയില്ലാതെ നിങ്ങൾ സുവിശേഷ സത്യത്തെ വിലയിരുത്തുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മതം മാറുന്നതല്ല പ്രധാനം. നിങ്ങളുടെ മനസ്സിൽ ആ സത്യത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ട് നിങ്ങളെ കർത്താവിനായി സമർപ്പിക്കുന്നതാണ് പ്രധാനമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. 19-ാമത്തെ വാക്യം, എന്ന് ഞാൻ ചോദിക്കുന്നു, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. അടുത്തത് മോശയുടെ ഒരു പുസ്തകത്തിലുള്ളൊരു ഉദ്ധരണിയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ പ്രവാചകനായ യെശയ്യാവിൻ്റെ എഴുത്തുകളിൽ നിന്ന് പൗലോസ് ഉദ്ധരിച്ചു. എന്നിട്ടിവിടെ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മോശയും പ്രവാചകന്മാരും എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞിരുന്നു. പഴയ നിയമ തിരുവെഴുത്തുകൾ അത് പ്രധാനമായിട്ടും 3ആയിട്ടാണ് അവർ തരംതിരിച്ചിരുന്നത്. അതായത് ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും. ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ അതിന് നമുക്ക് തെളിവ് കാണാൻ കഴിയുന്നുണ്ട്. ഈ ലൂക്കോസ് 24-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്നെക്കുറിച്ചുള്ള വചന വെളിപ്പാടുകൾ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, വിവരിച്ചു കൊടുത്തു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 പിരിവുകളാണ്. അതായത് പ്രവചന പുസ്തകങ്ങളിൽ നെവിയും എന്നും ന്യായപ്രമാണത്തിന് കെത്തുവിം എന്നും 3 വാക്കുകളാണ് അവർ ഉപയോഗിച്ച് 3 പിരിവുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. മോശയുടെ ന്യായപ്രമാണം അത് തോറ, നെവിയും പ്രവാചക പുസ്തകങ്ങൾ, എന്നിട്ട് സങ്കീർത്തനങ്ങൾ കെത്തുവിം, ഇങ്ങനെ 3 പിരിവുകളായിരുന്നു. ഇതിൽ സങ്കീർത്തനങ്ങൾ എന്നുള്ളത് ചിലർ അത് പ്രവചനമായി തന്നെ കണക്കാക്കിയിരുന്നു. അപ്പോൾ പ്രവാചകന്മാരുടെ ഗണത്തിലും പിന്നെ ന്യായപ്രമാണത്തിലും ഉൾപ്പെടുന്ന പ്രവാചകന്മാരും ന്യായപ്രമാണവും. അതുകൊണ്ട് പ്രവാചകന്മാരുടെ പ്രതിനിധിയായി യെശയ്യാവിനെ തിരഞ്ഞെടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയായി മോശയെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സങ്കീർത്തനത്തിൽ ഒത്തിരി പ്രവചനങ്ങളായതുകൊണ്ട് പ്രവാചകന്മാർ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പൗലോസ് ഇവിടെ പ്രവാചകന്മാരിൽ നിന്ന് ഉദ്ധരിച്ച ശേഷം മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതാണ് ആവർത്തനം 32-21. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സാർവലൗകിക സ്വഭാവത്തെക്കുറിച്ച് മോശയുടെ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും പൗലോസ് ഇവിടെ അർത്ഥമാക്കുകയാണ്. ജനമല്ലാത്തവരെ കൊണ്ട് നിങ്ങൾക്ക് എരിവ് വരുത്തും എന്ന് പറഞ്ഞാൽ അനേക ജാതികളിൽ നിന്ന്, ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ആത്മരക്ഷയുടെ ആനന്ദം അനുഭവിക്കുന്ന ആളുകൾ കർത്താവിങ്കിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന് ഭയങ്കര കോപമായി, എരിവ് വരുത്തും. അപ്പോൾ മോശ പറഞ്ഞതായി ഈ നടക്കുന്നതെന്നാണ് പൗലോസിവിടെ പറയുന്നത്. നമുക്കറിയാമല്ലോ, പൗലോസ് ജാതികളുടെ അപ്പസ്തോലനായിരുന്നു. ജാതിയിലെ അപ്പോസ്തലൻ എന്ന നിലയിൽ ജാതികളോട് സുവിശേഷം പറയുവാൻ ധാരാളം അദ്ദേഹം യാത്ര ചെയ്തു. ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നു. കൊർന്നല്യോസിനെ ഉള്ള ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകുകയും പത്രോസിനെ പറഞ്ഞു വിടുകയും കൊർന്നല്യോസ് കർത്താവിൽ വിശ്വസിക്കാൻ ഇടയാവുകയും ചെയ്തു. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. എത്യോപ്യയിലേക്ക് ആ സുവിശേഷത്തിൻ്റെ വിത്ത് പാകി. പക്ഷേ അവിടെ ഒന്നുമല്ല, അവർ 2 പേരിൽ കൂടെയുമല്ല ജാതികളിലേക്ക് സുവിശേഷം കൂടുതൽ പരന്നത്. ജാതികളിലെ അപ്പോസ്തലനായ ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തു. പൗലോസ് ധാരാളമായി ജാതികളുടെ സുവിശേഷം പറയുമ്പോൾ ധാരാളം ആളുകൾ ഈ സത്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് സത്യാന്വേഷികളായവർ കർത്താവിനെ അറിഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ യഹൂദന്മാർക്ക് ഭയങ്കര എരിവായി.
അവർ ഭയങ്കരമായിട്ട് ചൂടാക്കാൻ തുടങ്ങി. അവരുടെ പ്രാധാന്യം കുറഞ്ഞു പോകും എന്ന് അവർക്ക് ഭയമായി. അത് ആ കാര്യം മോശ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുക. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും ഉദ്ധരിച്ച് സുവിശേഷത്തിൻ്റെ സാർവലൗകിക സ്വഭാവവും പൗലോസിയോടെ വെളിപ്പെടുത്തുന്നു. യെശയ്യാവോ അടുത്തത്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇനി യെശയ്യാവ് പറയുന്ന ഭാഗം നമ്മൾ കണ്ടില്ലേ? യെശയ്യാവ് പറയുകയാണ്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. ഇത് യെശയ്യാവിൻ്റെ പ്രവചനം 65-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. യെശയ്യാവിൽ നിന്ന് പിന്നെയും ധാരാളമായി പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ സുവിശേഷം അത്രമാത്രം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകത്തിലാകിയാൽ പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കണ്ട് 65-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ കണ്ടോ, മൂഢജാതിയെ കൊണ്ട് എരിവ് വരുത്തും, എന്നെ അന്വേഷിക്കുക. അത് മോശ പറഞ്ഞെങ്കിൽ യെശയ്യാവ് അത് തന്നെ പറയുന്നെന്നാ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. ഇതാ ഞാൻ. നമുക്കറിയാമല്ലോ, സാധു സുന്ദർ സിംഗിൻ്റെയൊക്കെ അനുഭവം നമുക്കറിയാം. സത്യാന്വേഷിയായിരുന്നു. സത്യദൈവത്തെക്കുറിച്ചും പാപപരിഹാരത്തെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം സത്യാന്വേഷിയായി തുടർന്നു. ആ സത്യാന്വേഷിയായ അദ്ദേഹത്തിൻ്റെ ഹൃദയനില പരിശുദ്ധ ദൈവം തിരിച്ചറിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് സുന്ദർ സിംഗിന് കൊടുത്തത് നമുക്ക് അറിയാം. ഇതൊക്കെ ചരിത്രമാണ്. അധികം പുറയിലല്ല സുന്ദർ സിംഗ് ജീവിച്ചിരുന്നത്. ഇന്നും സത്യാന്വേഷികളായവർ, സ്തോത്രം, യേശുക്രിസ്തുവിനുള്ള ആത്മരക്ഷയെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുവാൻ ദൈവം അവർക്ക് കൃപ നൽകുന്നുണ്ട്. അതാണ് എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. സത്യമാണ് പ്രിയമുള്ളവർ, ഇന്നും അനേക ജനസമൂഹങ്ങളിൽ നിന്ന് സത്യസുവിശേഷത്തിലേക്ക് ജനം ആകർഷിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് പേരുകൊണ്ട് നടക്കുന്ന എത്രയോ പേരാണ് സുവിശേഷത്തിൻ്റെ സത്യം ബോധ്യപ്പെടുവാൻ മനസ്സ് വെക്കാതെ അവർ മത്സരികളായി തുടരുന്നത്. എത്ര സങ്കടകരമാണ്. ക്രിസ്ത്യാനികൾ നാമധേയമായി ക്രിസ്ത്യാനികളെന്ന ആ വംശം, ആ വർഗം, ആ ജനസമൂഹത്തിന് ആത്മരക്ഷയൊന്നുമല്ല പ്രധാനം. അവർ ചില കർമ്മങ്ങളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിച്ചു പോകുക. പ്രിയപ്പെട്ട, ഞാൻ ഒരു ദിവസം നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിറ്റി ഈസ് എ പ്രാക്ടിക്കൽ റിലിജിയൻ. പക്ഷേ ഇവർക്കാകട്ടെ ഇതര മതങ്ങളിൽ ചെയ്യുന്നത് പോലെ വിശേഷ ദിവസങ്ങളുണ്ട്, വിശേഷ സമയങ്ങളുണ്ട്, വിശേഷപ്പെട്ട സ്ഥലങ്ങളുണ്ട്, പ്രത്യേകമായ കർമ്മങ്ങളുണ്ട്, സവിശേഷതയുള്ളവർ എന്ന് പരിഗണിക്കപ്പെടുന്ന ചില നേതാക്കന്മാരുണ്ട്. നോക്കണേ, ഇങ്ങനെ അതുകൊണ്ടാണ് ഒരു സ്ഥലത്തിന് എന്താണ് പ്രാധാന്യം? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ എഴുന്നള്ളുമെന്ന് വാക്ക് പറഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ദൈവമക്കൾ അവൻ്റെ നാമത്തിൽ ഐക്യമത്യത്തോടുകൂടി എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വിശുദ്ധന്മാർ കൂടുന്ന ഇടമാണ് വിശുദ്ധ സ്ഥലം. അങ്ങനെ ഒരു വിശുദ്ധ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ കൂടി ഒരു കഴിയുമ്പോൾ ആ സ്ഥലത്തിൻ്റെ സവിശേഷത കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ ഈ സത്യം ഗ്രഹിക്കുവാൻ മനസ്സില്ലാതെ എത്രയോ പേരാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. സത്യദൈവത്തെക്കുറിച്ച് ഉള്ളിൽ ഒരു ബോധ്യവും, പക്ഷേ ശരിക്കും യേശുക്രിസ്തുവിനെ അന്വേഷിച്ചില്ല. ഒരു പുസ്തകം, നബിൽ ഖുരേഷി എന്ന് പറയുന്ന ഭക്തനായ ദൈവദാസൻ, അദ്ദേഹം തൻ്റെ ജീവിതാനുഭവം എഴുതിയൊരു പുസ്തകമുണ്ട്, സീക്കിംഗ് അള്ളാഹ് ഫൈൻഡിങ് ജീസസ്. സത്യാന്വേഷിയായിരുന്നു അദ്ദേഹം. ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു, സത്യാന്വേഷിയായിരുന്നു അദ്ദേഹം അന്ന് വിശ്വസിച്ചിരുന്ന മതത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സത്യാന്വേഷണത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ കൂടെ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യം വരികയും കർത്താവിൽ വിശ്വസിക്കുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും ഇടയാവുകയും ചെയ്തു എന്നുള്ള ആ സത്യം അദ്ദേഹം തൻ്റെ ജീവിതാനുഭവമായി പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പുസ്തകം ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞത്, എന്നെ അന്വേഷിച്ചത് അദ്ദേഹം ആരെയാണ് സീക്കിയത്? സീക്കിംഗ് അല്ല,
ബട്ട് ഹു ഡിഡ് ഹി ഫൈൻഡ്? ഹി ഫൗണ്ട് ജീസസ്. നിർമ്മല ഹൃദയത്തോടെ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ സത്യം ബോധ്യപ്പെടുവാൻ കഴിയും. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. ഇവിടെ കണ്ടില്ലേ 65 യെശയ്യാവിൻ്റെ 65 അധ്യായത്തിൻ്റെ 1, ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ ഇങ്ങോട്ട് വെളിപ്പെടുത്തി തരികയാണ്. ഗോഡ് ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു റിവീൽ ഹിംസെൽഫ് ടു അസ്. ദൈവമാണ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിന് മുൻകൈ എടുക്കുന്നത്. നമ്മൾ അവനെ അന്വേഷിച്ചില്ലെങ്കിലും അവൻ നമ്മളെ തേടി വരികയാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാനാണ് ഞാൻ വന്നത്. നിങ്ങളെന്നെ തേടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമ്മളെ തേടി വന്നൊരു ദൈവം, സ്തോത്രം. കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യവർഗം സത്യദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ നഷ്ടപ്പെട്ട നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരെ സ്നേഹിക്കുന്ന ദൈവം അവരെ തേടി വന്ന്, സ്തോത്രം, അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി തന്നെ അവർക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത് നിത്യജീവന് വേണ്ടിയുള്ള തികവുള്ള രക്ഷാമാർഗം ഒരുക്കിയ, സ്തോത്രം, ആ സന്ദേശമാണ് ബൈബിളിൽ കാണുന്നത്. ദൈവത്തെ തേടി ലക്ഷങ്ങൾ അലയുമ്പോൾ ദൈവം തന്നെ ഇതാ ഞാൻ എന്ന് പറയുന്നു. ഹിയറാമായി ഇവിടെ ഇതാ ഞാൻ. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ഒരു സേവകൻ യജമാനൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ഹിയറാമായി, സ്തോത്രം. പ്രിയപ്പെട്ട, അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിങ്ങളുടെ ശ്വാസത്തേക്കാൾ സമീപസ്ഥനായി നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. അതാണല്ലേ നമ്മൾ വെളി കണ്ടല്ലോ, നിങ്ങൾ ദൈവത്തെ കണ്ടുപിടിക്കാനായി ദൈവത്തിനും അതിനന്വേഷിച്ച് സ്വർഗത്തിൽ പോകണ്ട, നിങ്ങളുടെ സമീപത്താണ്. നിങ്ങൾ പാതാളത്തിൽ ഇറങ്ങിപ്പോയി കർത്താവിനെ അന്വേഷിക്കേണ്ട, അവൻ നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് പറയും, ഇതാ ഞാൻ എന്ന് പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ന് ധൈര്യത്തോടെ പറയുന്നു, ഇതാ ഞാൻ. അതെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്തോത്രം. നിങ്ങൾ സത്യാന്വേഷിയാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. അതെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന, മനുഷ്യനായി വന്ന ദൈവം, സ്തോത്രം, അവനിന്നും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പലസ്തീനിൽ ഒരു ഒഴിഞ്ഞ കല്ലറയുണ്ട്. അതെ, ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാൻ പോകുന്നത് ലോകത്തിൽ അവിടെയാണ്. ഒന്നും കാണാനില്ലാത്തിടത്ത് ഒഴിഞ്ഞ കല്ലറ കാണാൻ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും വലിയ സത്യം അതാണ്. സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മനുഷ്യനായി വന്നവൻ മനുഷ്യന് വേണ്ടി മരിച്ച്, മനുഷ്യന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, മനുഷ്യന് വേണ്ടി ജീവിക്കുന്നു. ഇതാ ഞാൻ എന്ന് പറയുന്നു. നമ്മുടെ കണ്ണുകളൊന്നടച്ച് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവത്തിൽ താഴ്ത്തി കൊടുക്കുമോ? നിങ്ങളൊരു സത്യാന്വേഷിയാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിൽ പാപപരിഹാരത്തിൽ ഉറപ്പ് പ്രാപിച്ച് പരിശുദ്ധ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കഴിയുവാൻ നിങ്ങൾക്ക് ഹൃദയപൂർവമായ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളെ തേടി വരുന്ന ഇതാ ഞാൻ ഹിയറാമായി, ഇതാ ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ ക്ഷണിക്കുന്ന, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനുമാണ് വന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങളൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാനൊരു സത്യാന്വേഷിയായി തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. എൻ്റെ പാപത്തിന് പരിഹാരത്തിനായി അങ്ങ് എനിക്ക് പകരം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പ്രായശ്ചിത്ത ബലിമരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അവിടെ ഒരുക്കിയ തികവുള്ള രക്ഷാമാർഗമെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു, എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ സുവിശേഷത്തിന് അനുസരണത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരികയും വലിയ വെളിപ്പാട് നിങ്ങൾക്ക് നൽകുകയും പാപപരിഹാരത്തിൻ്റെ ഉറപ്പും നിത്യജീവൻ്റെ പ്രത്യാശയും നിങ്ങളുടെ ഹൃദയങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി ഇവിടെയും വരുവാനുള്ളതിലും ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം എല്ലാ സഹോദരങ്ങൾക്കും കൃപയാൽ ഇടയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.